നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് വിശദീകരിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘം. മാർപ്പാപ്പ മരണാസന്നമായ നിലയിലല്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീൽചെയറിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. രോഗവിവരത്തെക്കുറിച്ച് ഒന്നും മറച്ചു വെക്കരുതെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്വാസമുട്ടലുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇരു ശ്വാസകോശങ്ങളിലെയും അണുബാധ കുറഞ്ഞു വരുന്നതായി വത്തിക്കാൻ ഇന്നലെ അറിയിച്ചിരുന്നു. രാത്രി വലിയ വിഷമമുണ്ടായില്ല, നന്നായി ഉറങ്ങി, യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാനാവുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആരോഗ്യനില പൂർണ്ണമായും മെച്ചപ്പെടുന്നതുവരെ ആശുപത്രിയിൽ തുടരണമെന്നായിരുന്നു വത്തിക്കാൻ അറിയിച്ചത്. 88-കാരനായ മാർപ്പാപ്പയെ ഈ മാസം 14-നാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പദവി ഒഴിഞ്ഞേക്കുമെന്ന് സൂചനയുണ്ട്. വത്തിക്കാനിലെ സുപ്രധാന ചുമതലയുള്ള ആർച്ച് ബിഷപ്പുമാരാണ് ഇതു സംബന്ധിച്ച സൂചന നൽകിയത്. ആരോഗ്യനില മെച്ചപ്പെട്ടില്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമൊഴിയുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എല്ലാത്തിനും സാധ്യതയുണ്ട് എന്നായിരുന്നു ഫ്രാൻസിലെ മാർസേ ആർച്ച് ബിഷപ്പ് ജീൻ മാർക്ക് അവേലിൻ പ്രതികരിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലാണെങ്കിലും സഭയുടെ ജീവിതം തുടരുമെന്നാണ് ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് ജുവാൻ ജോസ ഒമേല മറുപടി നൽകിയത്. കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസിയും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. വിശ്വാസികളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് കർദിനാൾ പ്രതികരിച്ചത്. ആരോഗ്യനില മോശമായാൽ പദവി ഒഴിയുന്നതിനായി നൽകേണ്ട രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് മാർപ്പാപ്പ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിക്കുന്നത്. പ്രായവും മറ്റ് ആരോഗ്യ പശ്ചാത്തലവും കണക്കാക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീൽചെയറിൽ ഇരിക്കാൻ മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. ഔദ്യോഗിക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്ന മാർപ്പാപ്പയുടെ രക്തപരിശോധനാ ഫലങ്ങളിൽ പുരോഗതിയുണ്ടെന്നായിരുന്നു മെഡിക്കൽ സംഘത്തിന്റെ അറിയിപ്പ്. ഇറ്റലിയിലെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണി ആശുപത്രിയിലെത്തി മാർപ്പാപ്പയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. 20 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മെലോണി മടങ്ങിയത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ആരോഗ്യനില സങ്കീർണമാകുകയായിരുന്നു. ബ്രോങ്കൈറ്റിസ് മൂർച്ഛിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ പാത പിന്തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിരമിക്കാൻ തീരുമാനിക്കുമോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നത്. 600 വർഷത്തിനിടെ വിരമിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് ബെനഡിക്ട് 16-ാമൻ. അനാരോഗ്യത്തെ തുടർന്ന് 2013-ലാണ് അദ്ദേഹം വിരമിച്ചത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.